ഇദ്ദേഹത്തിൻ്റെ പേര് റാം മോഹൻ റാവു IPS. 5 നിമിഷങ്ങൾക്ക് മുൻപ് റിട്ടയർഡ് ചെയ്തതേയുള്ളൂ. റിട്ടയർഡ് ചെയ്ത ഉടനെ തന്നെ ഔദ്യോഗിക വാഹനം വേണ്ടെന്ന് വെച്ച് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചതിൽ നിന്ന് തന്നെ ഇദ്ദേഹം എത്ര സ്ട്രിക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. പ്രഗതിയുണ്ടോ ഇവിടെ? 3rd ഫ്ലോർ. 12 വർഷമായി ആന്റി കറപ്ഷൻ ഡയറക്ടറായി പണിയെടുത്ത 1 മണിക്കൂർ മുമ്പ് റിട്ടയർ ചെയ്ത ശ്രീ രാംമോഹൻ റാവു. നമസ്കാരം. പബ്ലിസിറ്റിയിൽ നിന്നും മീഡിയയിൽ നിന്നും അകന്നു നിന്ന ശ്രീ രാംമോഹൻ റാവു ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. പറഞ്ഞോളൂ രാംമോഹൻ സർ. ഞാൻ എത്രയോ ഗവൺമെന്റ് ഓഫീസർമാരെ പറ്റി പത്രങ്ങളിൽ എഴുതിയിരിക്കുന്നു. ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ എന്ന നിലയിൽ 30-ലേറെ കറപ്റ്റഡായ ആളുകളെ ട്രാപ്പ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്തു. ഇതെന്താണെന്നറിയൂ? നമ്മുടെ രാജ്യത്തുള്ള 100 ടോപ്പ് മോസ്റ്റ് കറപ്റ്റഡ് ബിസിനസ്മെൻ, കോൺട്രാക്ടേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ഇവരുടെയൊക്കെ കറപ്ഷൻ പൂർണ്ണ സാക്ഷ്യാധാരങ്ങളോടെ ശേഖരിച്ച പെർഫെക്റ്റ് ഫയലാണ്. എങ്കിൽ ഇവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്തിടൂ സർ. എങ്ങനെ ചെയ്യാനാ പ്രഗതി? പെർസെന്റേജ് അല്ലേ ഓരോരുത്തർക്കും? ചെയ്തവരെ, ചെയ്യിച്ചവരെ, എന്തിനെ നോക്കി നിന്നവർക്ക് കൂടി പെർസെന്റേജ് ഉണ്ട് ഇതിൽ. പിന്നെങ്ങനെ പ്രോസിക്യൂഷൻ നടപ്പാക്കും? എന്നാൽ ഫൈനലായി ഞങ്ങളുടെ ചാനലിൽ നോ, നോട്ട് ഇറ്റ്. ഈ ഫയലിലുള്ള എല്ലാവർക്കും അറിയാം എനിക്കെന്തുമാത്രം പ്രഷർ തന്നു, ഭീഷണി ഉണ്ടാക്കിയ. അവർക്കൊക്കെ 1 വീക്ക് ടൈം ഞാൻ കൊടുത്തു. വഴിവിട്ടവർ സമ്പാദിച്ച അനധികൃത സ്വത്തുക്കൾ സ്വമനസാലെ ഗവൺമെന്റിനെ തിരിച്ചേൽപ്പിച്ചാൽ ശരി, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഇതേ ചാനലിൽ ഇതേ നേരത്തിൽ അവരുടെയൊക്കെ വിവരങ്ങൾ ആവശ്യമായ തെളിവുകളോടെ ഞാൻ വെളിപ്പെടുത്തി. നമസ്കാരം. കേട്ടില്ലേ? ഇതിന് മറുപടി പറ. हेलो, प्रेम बोलता हूँ. രാജ്യദ്രോഹികളായ തീവ്രവാദികളെ എൻകൗണ്ടർ ചെയ്ത ഈ യങ് ആൻഡ് എനർജറ്റിക് പോലീസ് ഓഫീസർ രാധാകൃഷ്ണൻ മറ്റാരുമല്ല, കമ്മീഷണർ നാഗേന്ദ്ര നായിഡുവിന്റെ മകൻ. ഈ ഗോൾഡ് മെഡൽ ആ അച്ഛന്റെ കൈകൊണ്ട് തന്നെ സ്വന്തം മകന് നൽകണമെന്ന് ഡിപ്പാർട്ട്മെന്റ് ആഗ്രഹിക്കുന്നു. കമ്മീഷണർ, പ്ലീസ് കം ടു ദ ഡയസ്.
നാഗപ്പാ കാപ്പി. നാഗപ്പാ കാപ്പി കുടിക്കുന്നേ. ഗുഡ് മോർണിംഗ് പോലീസ് നാഗപ്പാ. എന്നാ നാഗപ്പാ മനരാജിയാണോ? എന്റെ മകൻ പോലീസ് ഓഫീസറായി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെഡല് കിട്ടി. ആ മെഡല് നിങ്ങളുടെ കൈ കൊണ്ട് എന്റെ മകന് കൊടുക്കണമെന്നല്ലേ ആശ? അത് നടക്കില്ല നാഗപ്പാ. ഏയ് എന്ത് പണിയാ കാണിച്ചേ? എന്റെ ടീഷർട്ട് എന്തിനടുത്ത്? സരളേ, എന്തോ ഇന്നത്തെ പേപ്പറോടെ? ഇല്ല, ഇന്ന് പേപ്പർ വന്നില്ല. പേപ്പർ പോയി സ്ട്രൈക്കാ. പേപ്പർ ബോയ് സ്ട്രൈക്കോ? ഇങ്ങനെയുണ്ടോ? നമ്മുടെ രാധമോന്റെ പടം പത്രത്തിൽ വന്നിരിക്കുന്നു. അച്ഛൻ പോലീസ്, മകൻ നടൻ, കമ്മീഷണറുടെ മകന്റെ ഫാഷൻ ഷോ. എന്താ എന്താ ഇത്? ഇവനീ പെണ്ണുങ്ങളോട് പോസ് ചെയ്തിരിക്കുന്നത് എന്തൊരു വൃത്തിയാ ഇത്? വേണ്ട. എന്നിട്ട് അവൻ എവിടെ? ഹായ് മോം. ഹലോ, ഇവിടെ വാടാ. നിന്നെ തന്നെ. നിന്റെ കയ്യിലൊക്കെ എന്താടാ ഇത്? എന്തൊരു കോലപാടാ ഇത്? എന്ത് പറ്റിയടാ നിനക്ക്? അമ്മ പറഞ്ഞിട്ടാ. നേരത്തെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്മീഷണർ മോൻ റൗഡിയാണെന്നാ. ഇപ്പൊ പറയുന്നത് കമ്മീഷണർ മോൻ പ്ലേ ബോയ് എന്നാ. വാട്ട് ഈസ് ദിസ്? നോക്കടാ ഇത്. അമ്മ പറഞ്ഞിട്ടാ. എന്ത് പറഞ്ഞാലും അതേ മറുപടി തന്നെ. കോളേജിൽ പഠിക്കാണെന്നൊരു ബോധം വേണ്ട നിനക്ക്. ഇതും അമ്മ പറഞ്ഞിട്ടാ? നിന്റെ ഒരു കാര്യം. അവനെ യൂത്തിന്റെ പ്രതിനിധി, മോഡേൺ ടൈപ്പുവാ. കോളേജിൽ പോകൂല. പെണ്ണുങ്ങള് കമന്റ് അടിക്കും. ബിയർ നന്നായിട്ട് കഴിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യോ? മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. മുഖാമുഖത്തിലേക്ക് സ്വാഗതം. ക്രൈം റേറ്റ് എങ്ങനെ കുറയ്ക്കാം, അതിന് നാം ചെയ്യേണ്ടത് എന്തെല്ലാം, ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനായി പോലീസ് ഓഫീസേഴ്സ്, പ്രോമിനന്റ് പേഴ്സണാലിറ്റീസ് ഫ്രം പബ്ലിക്, നമ്മുടെ പോലീസ് കമ്മീഷണർ നാഗേന്ദ്രൻ നായിഡു സാർ തുടങ്ങിയവർ ഈ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഈ ചർച്ചയിൽ വിശിഷ്ടാതിഥിയായി ഹോം മിനിസ്റ്ററും പങ്കെടുക്കുന്നു. നമസ്കാരം 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 നമസ്കാരം. നമസ്കാരം. വന്ദേ മാതരം. വെൽക്കം സർ. നമസ്കാരം നമസ്കാരം. വെൽക്കം സർ. ഇരുന്നോളൂ ഇരുന്നോളൂ. പോലീസിന്റെ കഴിവുകേട് കൊണ്ട് ദിനം പ്രതി ക്രൈം റേറ്റ് കൂടുന്നുവെന്ന് പബ്ലിക്. ക്രൈം റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ആവുന്നത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് പോലീസ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പോരെയെന്ന് പൊളിറ്റീഷ്യൻസ്. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്നു, ടിവിയിലൂടെ കാണുന്നു. വിഷം കയറുന്നതുപോലെ പെട്രോളിയം റേറ്റ്, റിയൽ എസ്റ്റേറ്റ് റേറ്റ്, സ്വർണത്തിന്റെ റേറ്റ് എന്നതുപോലെ ഈ ക്രൈം റേറ്റും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ പോലീസ്. സാർ, ഈ ക്രൈം റേറ്റ് എന്നാൽ എന്താണ്? ഇതെങ്ങനെ വർദ്ധിക്കുന്നു? ഇതെങ്ങനെ കുറയ്ക്കാൻ പറ്റും? നോക്കൂ, പബ്ലിക് തെറ്റ് ചെയ്താൽ അവരെ പിടികൂടി കോർട്ടിലെത്തിക്കാനുള്ള ചുമതല പോലീസിൻ്റെതാണ്. സർ, സോ തെറ്റ് ചെയ്യുന്നതാരാ? പബ്ലിക്. അതായത് തെറ്റ് ചെയ്യുന്നവരുടെ എണ്ണം പബ്ലിക്കിൽ വർദ്ധിക്കുകയാണ്. ആഗ്രഹങ്ങൾ വർദ്ധിച്ചു, തെറ്റുകളും വർദ്ധിച്ചു. ക്രൈം കൂടി, ക്രൈം റേറ്റും കൂടി. തെറ്റ് കൂടിയാൽ തെറ്റിന്റെ റേറ്റും കൂടും. നിങ്ങളും പബ്ലിക് അല്ലേ? നിങ്ങളും തെറ്റ് ചെയ്യാറില്ലേ? മോഷണം, പിടിച്ചുപറി, കള്ളവാറ്റ്, റേപ്പ്, വൈറ്റ് കോളർ ഒഫൻസസ് ഒക്കെ ചെയ്യുന്നത് പബ്ലിക്കാ. ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്ന ഒഫൻസുകളെല്ലാം ചെയ്യുന്നത് നിങ്ങളാ. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നു. സർ, കേവലം ഒരു ഹോം ഗാർഡായി ഒഫീഷ്യൽ ജീവിതം ആരംഭിച്ച നിങ്ങൾ പിന്നീട് എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, പോർട്ട് ട്രസ്റ്റ്, ഇൻഫോ പാർക്ക്, മൂന്നാർ എന്നിവിടങ്ങളിലൊക്കെ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയതെങ്ങനെ? ഇതൊക്കെ ഒന്ന് വിശദീകരിക്കൂ സർ. ഒന്ന് പറയാവോ? മിസ്റ്റർ, ഞാൻ അവിടെയും കൊല്ല താമസിക്കുന്നത്. എനിക്ക് ഗവൺമെന്റ് അനുവദിച്ച പോലീസ് ക്വാർട്ടേഴ്സിലെ താമസം. അത് ശരിയാ, സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കല്ലേ? അതാർക്കും അറിയത്തില്ലെന്നാ. എന്താണോ വായി തോന്നൂലെ? എന്ത് വിളിച്ചു പറയാന്നാണോ?
ആന്റി നിങ്ങളുടെ സ്വർണ്ണക്കട വളരെ നന്നായി പോകുന്നുണ്ടല്ലോ. സ്വർണ്ണക്കടയോ? എന്റെയോ? വാട്ട് ആർ യു ടോക്കിംഗ്? അത് തന്നെ, ഈ മഹിളാ പോലീസ് സ്റ്റേഷൻ വരുന്ന പെറ്റി കേസിനെ പണത്തിന് പകരം നിങ്ങള് സ്വർണ്ണമല്ലേ വാങ്ങിച്ചു കൂട്ടിയത്. അങ്ങനെ തുടങ്ങിയ സ്വർണ്ണക്കടയുടെ കാര്യമാണ് ചോദിച്ചത്. നമ്മൾ കൊടുത്ത അനത്ത് വന്നില്ല. സർവേ പ്രകാരം പോപ്പുലേഷനിൽ ഉള്ളി 2% മാത്രമേ ക്രിമിനൽസ് ഉള്ളൂ എന്നാ. എന്നാൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ 1% എങ്കിലും ഹോണസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ടോ? ഏയ്, നിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാനെന്താ നിന്റെ വീട്ടിലെ ജോലിക്കാരനാ? ആരാടാ നീ? ഇത് പോലീസ് സ്റ്റേഷനല്ല, TV സ്റ്റേഷനാ. വോളിയം കുറച്ച് സംസാരിക്കണം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നീതി സത്യം ലോപിച്ചു വരികയാണെന്ന് സ്ഥിരമായി പബ്ലിക്കിന്റെ ഇടയിൽ ഒരു പരാതി ഉണ്ട്. നേരെ മറിച്ച് പോലീസിനോട് പബ്ലിക്കും സഹകരിക്കുന്നില്ലെന്നൊരു ആക്ഷേപം ഉയർന്നു കേൾക്കുന്നുണ്ട്. സോ ഇവിടുത്തെ പ്രശ്നം നീതി സത്യവും നിലനിർത്താൻ വേണ്ടിയുള്ളത് തന്നെ. ഓക്കെ, നീതിയും സത്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാരായാലും ശരി, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ ജിയോ പാസ് ചെയ്തേക്കോ. പോലീസ് അക്കാദമിക്ക് ചാലോ പാസ്സാക്കി വിട്ടു ജിയോ. സത്യസന്ധത ക്വാളിഫിക്കേഷൻ, പോലീസ് അക്കാദമിക്ക് ആപ്ലിക്കേഷൻ. ഫാന്റാസ്റ്റിക്. പയ്യന്മാർക്ക് പണിക്കോപ്പും പോലീസുകാർക്ക് പൊല്ലാപ്പും. ഹോം മിനിസ്റ്ററുടെ ഉത്തരവ്, പോലീസുകാർക്ക് തൊന്തരവ്. ഹോ, എന്തോ ഒരു പ്രാസം. ഛേ, കണ്ട ആപ്പേ ഊപ്പയൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നാൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു അവർ പോലീസ് ഫോഴ്സ്? മിസ്റ്റർ നായിഡു, നിങ്ങളും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതല്ലേ? പബ്ലിക്കിന്റെ മുമ്പിൽ പോലീസിന്റെ വില മുഴുവൻ പോയില്ലേ? സർ, പബ്ലിക്കിന്റെ പരാതിയിൽ ഒരു തെറ്റുമില്ല സാർ. അവര് സത്യമാ പറയുന്നത്. പോലീസ് അക്കാഡമി തുടങ്ങിയിട്ട് അവർ എന്തെടുക്കാൻ പോകണോ? ഓ മൈ ഗോഡ്, ഉള്ള പ്രോബ്ലത്തിന്റെ കൂടെ ഇനിയും പ്രോബ്ലം ഉണ്ടാക്കുക. അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ക്യാമ്പ്, സെപ്പറേറ്റ് ഡ്രസ്, സെപ്പറേറ്റ് ട്രെയിനിങ് ഒക്കെ കൂടെ. ഒരുത്തൻ പോലും പാസ്സാകാൻ ഇടയാകരുത്. സാർ, PSC കൊടുക്കുന്ന ട്രെയിനിങ് കൊടുക്കട്ടെ സാർ. താൻ ഇത്രയും വലിയ അഡ്വൈസ് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ACP, give them vigorous and tough military training. ആ ട്രെയിനിങ് എങ്ങനെയുള്ളതായിരിക്കണമെന്നോ അതിന്റെ പ്രയാസം കൊണ്ട് അവര് തന്നെ വാലും ചുരുട്ടി ഓടിപ്പോണം. അണ്ടർസ്റ്റാൻഡ്? നൗ ഡിസ്പേഴ്സ്. മിസ്റ്റർ നായിഡു, രാംമോഹന്റെ കേസ് എന്തായി? അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കും സാർ. നോക്കൂ, കൊല്ലപ്പെട്ടത് ആരാണെന്നറിയാമോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ മോസ്റ്റ് സിൻസിയർ ആൻഡ് ഹോണസ്റ്റ് ഓഫീസർ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. നിങ്ങൾ അറസ്റ്റ് ചെയ്താലും എൻകൗണ്ടറിൽ കൊന്നാലും ഐ ഡോണ്ട് കെയർ. ഐ ആം ഗിവിംഗ് യു ദ ഫ്രീ ഹാൻഡ്. ഓക്കെ സാർ. ഒരു കുറ്റവാളി രക്ഷപ്പെട്ടുകൂടാ. അണ്ടർസ്റ്റാൻഡ്?